ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബോക്സ് ഫുട്ബോൾ. ഒന്ന് മാറി നിന്നപ്പോൾ എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? ഞാൻ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി. എന്താ പറയുക, യാത്രകളും കുറേ മീറ്റപ്സും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് വർക്ക് റിലേറ്റഡ് തിരക്കുകളൊക്കെ ആയിട്ട് ഞാൻ ഒന്ന് ഫുട്ബോളിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് നിൽക്കുകയായിരുന്നു. ബോൺമത്തിൻ്റെ ഒക്കെ കളി ഉറക്കം തൂങ്ങിയൊക്കെ ഇരുന്ന് കണ്ടെങ്കിലും വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് റെഫറി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അതൊക്കെ ഏതോ ഒരു കൊല്ലം നടന്ന പോലത്തെ ഒരു തോന്നലാണ്. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ടച്ചിൽ വരണമല്ലോ. മാത്രമല്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് എല്ലാവരും അറിയിക്കണം. പിന്നെ മാത്രമല്ല ഒരുപാട് കണ്ടൻറ്റുകൾ ചുമ്മാ ഈ റൂമർ പിടിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടൈമായിരുന്നു. അതാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്കും. ഒരുപാട് റൂമറുകൾ അവിടെ നിന്ന് ഇവിടുന്ന് തലങ്ങനെ. പിന്നെ നമ്മുടെ ഫാൻസ് തന്നെ എത്രത്തോളം എന്താ പറയുക, ഫിഫ മാനേജർ മോഡ് കളിക്കാൻ താല്പര്യപ്പെടുന്നവരാണെന്ന് നമുക്കറിയാം. അവർക്ക് 1 അല്ല 2 അല്ല 6 7 8 സൈനിങ്സൊക്കെ നടത്തി ഒരു സ്വപ്നം കണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. സമ്മറിൽ അയാളെ വാങ്ങും, ഇയാളെ വാങ്ങും, ഇവരെ 2 പേരെ തട്ടും, പിന്നെ ഒരു 6 പേരെ വാങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ഫിഫ കരിയർ മോഡ് മാനേജർ മോഡ് കളിച്ച് തകർക്കുകയാണ്. ഒരു പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്ന ഒരു സെൻസിൽ ആരും ചിന്തിക്കുന്നില്ല. പിന്നെന്താ, വേറെ ക്ലബ്ബുമായിട്ട് സ്ട്രോങ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ വരെ നമ്മളെങ്ങനെയും പിടിച്ചുകൊണ്ട് വരിക. അതിന് എക്സാമ്പിളായിട്ട് ലെനി ഓറോനെ പറയുക. ഒന്നും പറയാനില്ല. അതായത് ആഫ്റ്റർ ദിസ് ഇനിയോസ് ഹാസ് ടേക്കൺ ഓവർ. അതായത് ഇനിയോസ് തിരിച്ചു വന്നതിന് ശേഷം നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോ ആക്ടിവിറ്റീസ് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി ഇൻ ദ സെൻസ് വി ആർ നോട്ട് ഓവർ പേയിങ് ലൈക്ക് വി ഡിഡ് ബിഫോർ. ബാങ്ക് മാനേജർമാരുടെ കീഴിലുണ്ടായിരുന്നത് പോലെ വട്ട് പിടിച്ചുള്ള ഭ്രാന്തമായ കാശിനൊന്നും നമ്മൾ ആരും വാങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ വാങ്ങിയ എല്ലാവരും ജെന്യുവനായിട്ട് ഓവർ പ്രൈസ്ഡ് ഒന്നും അല്ലാത്ത രീതിയിൽ തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. സോ ഐ ട്രസ്റ്റ് ഇനിയോസ് ഇൻ ദാറ്റ് പോയിന്റ്. അതായത് ഒരു കുറച്ചുകൂടെ ഡേറ്റ ഡ്രിവൺ ആയിട്ടൊക്കെ ഫാൻസ് പറയുന്ന ആൾക്കാരല്ലാതൊക്കെ പോയി റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് വാങ്ങുന്നുണ്ട്. അത് വിച്ച് ഇസ് വെരി ഗുഡ്. ഞാൻ ആകെ ഇനിയോസ് ആൻഡ് ബോർഡിൻ്റെ കൂടെ നിൽക്കുന്ന ഇൻ ദ സെൻസ് അവർ വേറെ കാര്യമുണ്ട്. അവർ ആവശ്യത്തിനുള്ള പൊസിഷൻസിൽ അവർ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടില്ല. മിഡ്ഫീൽഡറൊക്കെ നമുക്കൊരു എക്സാമ്പിളാണ്, വിങ് ബാക്ക് ഒരു എക്സാമ്പിളാണ്. പക്ഷേ ഞാൻ പറഞ്ഞത്, ഒരാളെ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പോലെ അവർ വട്ട് തുകയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ നെഗോഷിയേഷൻ ഇട്ടിട്ട് പോയിട്ട് അടുത്ത വേറെ ആളുടെ പുറകെ പോകും. അതാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല എല്ലാ പൊസിഷനിലും ഇപ്പോൾ വാങ്ങാം. ഇപ്പം അവർക്കിപ്പോൾ സ്ട്രൈക്കറെ വേണമെന്നുണ്ടെങ്കിൽ സ്ട്രൈക്കറിന് ഒരാളെ കിട്ടിയില്ലെങ്കിൽ അടുത്ത ആളെ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് നല്ല പ്ലാൻ ബി പ്ലാൻ സി ഒക്കെ ആയിട്ട് നടത്തുന്നുണ്ട്. അതൊക്കെ ഇനിയോസിൻ്റെ കാര്യം. സോ അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇതിൽ മെയിനായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെവിടെ ഫാൻസ്, പിന്നെ വേറെ കുറ്റം പറയാൻ പറ്റില്ല, കാര്യം ഒന്നും ചെയ്യാനില്ല ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ. ആകെ ഞാൻ തന്നെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് കണ്ടുള്ളൂ. വേൾഡ് കപ്പ് ക്വാളിഫയിങ് പ്ലേ ഓഫ്സ്, അതും ടുവേർഡ്സ് ദ എൻഡ് പെനാൽറ്റി ഒക്കെ ആകുമ്പോഴേക്ക് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് കണ്ടതല്ലാതെ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു ഫുട്ബോളിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഒരുപാട് പേരുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, യുണൈറ്റഡ് എന്നും വിറ്റുപോകുന്നൊരു പേരാണ്. അപ്പോൾ ഇവർക്ക് ഈ ഒരു സമയം എന്താ പറയുക, റെലവൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഒരുപാട് ന്യൂസുകൾ ഇറക്കുന്നു. നമ്മളൊക്കെ അതിൽ പോയിട്ട് എൻഗേജ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതിൽ മെയിൻ ആളാണ് സാൻഡ്രോ തൊണാലി. തൊണാലിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കറിയില്ല, 100 മില്യൺ ഉള്ള പ്ലെയറൊന്നും തൊണാലി എന്തായാലും ഇല്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട്, അതായത് പുള്ളിക്ക് ബാനൊക്കെ കിട്ടിയിട്ടുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതൊക്കെ ഭാവിയിലത്തേക്ക് പ്രശ്നം വരുമോ, ക്യാരക്ടർ, ഇങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ടൊക്കെ ടൊണാലിയെ പോലൊരു പ്ലെയർ എടുക്കുക. അപ്പം ഈ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ടൊണാലിയൊക്കെ വേൾഡ് കപ്പിൽ പോകുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ എന്തായാലും ടൊണാലി വേൾഡ് കപ്പിൽ പോകുന്നില്ല. അപ്പോൾ മറ്റൊരാളെന്ന് വെച്ചാൽ ബ്രൂണോ ഗിമേറസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഫണ്ണാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രവേഴ്ഷ്യൽ ആവാം, അല്ലാതിരിക്കാം. പക്ഷേ എനിക്ക് ചോദിക്കണം എന്നുള്ളത്, ഫാൻസ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ബ്രൂണോജി വരട്ടെ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ബ്രൂണോജിയോട് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബ്രൂണോജിയുടെ പ്രായം എത്ര? 29? ബ്രൂണോജി ഇപ്പോൾ ഇഞ്ചേർഡ് ആണെന്ന് തോന്നുന്നല്ലേ? 29 വയസ്സുള്ള ഒരു ഇഞ്ചേർഡ് ആയിട്ടിരിക്കുന്ന ഒരു കളിക്കാരനെ നമുക്ക് നമ്മുടെയായിട്ട് ലിങ്ക്ഡ് ആകുമ്പോഴത്തേക്കും ഭയങ്കര രീതിയിൽ ആക്രാന്തം കാണിക്കുന്ന ഫാൻസ് ബ്രൂണോയ്ക്ക് 30 തികഞ്ഞെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചുകൊണ്ട് ഓടുന്നത് ഞാൻ ഒരു കൊല്ലം മുന്നേ കണ്ടായിരുന്നു. അപ്പോൾ അതൊരു കോൺട്രഡിക്ടറി പരിപാടിയല്ലേ? ഇല്ല, ഞാൻ ഫാൻസിനോടാണ് ചോദിക്കുന്നത്. എനിക്ക് ബ്രൂണോ ഗിമേറസ്, ഞാൻ ഒരിക്കലും 30 എന്ന് പറയുന്നത് ഒരു ബെഞ്ച് മാർക്കായിട്ട് വെക്കാത്ത ഒരാളാണ്. ഒരിടത്തും ഞാൻ അത് പറഞ്ഞിട്ടില്ല. സോ ബ്രൂണോ ഈസ് വെൽക്കം ഫോർ മീ, കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല പ്രീമിയർ ലീഗ് പ്രോൺ ആണ്, അത്ര ഇഞ്ചുറി പ്രോൺ അല്ലാത്ത പ്ലെയറാണ്. പക്ഷേ ഈ സീസണിൽ കുറച്ച് ഇഞ്ചുറി പ്രോൺ ആണ് മൂപ്പര്. കുറേ കളീസ് മിസ്സസ് ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളി മിസ് ഔട്ട് ചെയ്യുന്ന കളികളൊക്കെ ന്യൂകാസിൽ സ്ട്രഗിളും ചെയ്യുന്നുണ്ട്. സോ ടൊണാലി, ഗിമേറസ് ഒരുമിച്ച് എല്ലാവരെയും കൂടെ കയറ്റി അതിൻ്റെ കൂടെ സ്റ്റില്ലറും കിട്ടുന്ന എല്ലാ പ്ലേയേഴ്സും നമുക്ക് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മിഡ്ഫീൽഡേഴ്സിനെ പല ക്ലബ്ബുകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. യുണൈറ്റഡ് ഫാൻ ആയിരിക്കുന്നതിൻ്റെ ഒരു ഗുണമാണ്. കാര്യം എല്ലാ ക്ലബ്ബുകളിൽ നിന്നുള്ള പേരുകൾ ലിങ്ക്ഡ് ആവുമല്ലോ. അപ്പം നമ്മൾ പുതിയ പ്ലേയേഴ്സിനെ പഠിക്കും. ഈ ഭയങ്കരമായിട്ട് ഇതൊക്കെ വിശ്വസിച്ച് പറയാൻ പോകുന്നവർ അവരെങ്ങനെയാണ് കളിക്കുന്നത്, അവരുടെ പ്ലേയിങ് സ്റ്റൈലും അവരുടെ സ്റ്റാറ്റ്സും ഒക്കെ പഠിക്കും. അങ്ങനെ ഒരുപാട്. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു വേൾഡ് കപ്പ് ഇയറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വേൾഡ് കപ്പ് ഇയറിൽ നേഷൻസ് ടീമിൻ്റെ കൂടെ കളിക്കുന്ന പ്ലേയേഴ്സ്, റോയ്ക്കും പറഞ്ഞൊരു കോട്ടുണ്ട്. അതായത്
നിങ്ങളൊരു ആവറേജ് പ്ലെയർ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും നേഷനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്ന വലിയ കാര്യമില്ല. നിങ്ങളൊരു ആവറേജ് നേഷനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളൊരു ആവറേജ് പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞ പുള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അത് ശരിയാണ് തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു ഡീസൻറ്റ് പ്ലെയർ എന്തായാലും അവരുടെ വേൾഡ് കപ്പ് ടീമിൽ കാണും. അപ്പം വേൾഡ് കപ്പ് ടീമിൽ ഉള്ള ഒരു പ്ലെയറിനാണ് നിങ്ങളിപ്പോൾ നോക്കുന്നതെങ്കിൽ വേൾഡ് കപ്പ് കഴിയുന്നവർ അവനൊരു മേജർ ഇഞ്ചുറി വരുമെന്നോ ഒന്നും അറിയില്ല. സോ ഡീൽ വിൽ ബി അഗെയിൻ സ്റ്റോളിങ്. അപ്പം ഒന്നെങ്കിൽ വേൾഡ് കപ്പിൽ പോകാത്ത വല്ല രാജ്യങ്ങളിൽ നിന്നുള്ള, ഇപ്പം ആഫ്രിക്കയിൽ നിന്ന് തന്നെ നൈജീരിയ, ക്യാമറൂണൊന്നും പോകുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ, ഇപ്പോൾ ഇറ്റലി പോകുന്നില്ല, പോളണ്ട് പോകുന്നില്ല. അപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് പല കളിക്കാത്ത രാജ്യങ്ങളിൽ നിന്നാണെങ്കിൽ എയർലി റൂമേഴ്സ് ആരുടെയെങ്കിലും പേര് കേൾക്കുന്നുണ്ടെങ്കിൽ അത് വിശ്വസിച്ച് പുറകെ പോവുക. കളിക്കുന്ന ടീമുകളാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വേൾഡ് കപ്പ് കഴിയുന്നവരെ ദേ വിൽ ബൈ സം എനി പ്ലേയേഴ്സ് ഫോർ പ്ലേയിങ് വേൾഡ് കപ്പ്, എൻ്റെ അഭിപ്രായത്തിൽ. മാത്രമല്ല നമ്മുടെ ടീമിൽ നിന്നും പ്ലേയേഴ്സിന് ഇഞ്ചുറി വരാം, അതനുസരിച്ചും ട്രാൻസ്ഫർ പ്ലാൻസിന് മാറ്റങ്ങൾ വരാം. അപ്പം എനിക്കിപ്പോഴേ ട്രാൻസ്ഫർ വിൻഡോയിലോട്ട് ജമ്പ് ചെയ്യുന്ന, ഞാനൊന്നിലും എൻഗേജ്മെൻറ്റ് കൊടുക്കാറില്ല, ഞാനൊന്നും ജമ്പ് ചെയ്യാറില്ല. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എൻ്റെ ഫാൻസിനോട്, ഐ മീൻ മാൻ യുണൈറ്റഡിൻ്റെ ഫാൻസിനോടും അല്ലാതെ ഇത് കാണുന്ന ഫുട്ബോൾ ഫാൻസിനോടൊക്കെ പറയണം, നിങ്ങളുടെ ടീമുകളൊക്കെ ഇങ്ങനെ ലിങ്ക് ആവുന്നത് ഈസ് എ പാർട്ട് ഓഫ് ദെയർ മീഡിയ ജോബ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു ക്ലബ്ബും വിൽ ജമ്പ് ഇൻ ടു എനി ഓഫ് ദ വേൾഡ് കപ്പ് പ്ലേയിങ് പ്ലെയേഴ്സ് സൂൺ. പതുക്കെ കളിക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ ആയിരിക്കും എല്ലാവരും നോക്കി കാണുന്നത്. അപ്പോൾ അതൊരു വലിയ ഫാക്ടറാണ് ഇത്തവണ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊന്ന് സെറ്റിൽ ഡൗൺ, അപ്പോഴത്തേക്കും പ്രീ സീസൺ മിസ് ഔട്ട് ആവുമെന്നൊക്കെ പറഞ്ഞ് നിൽപ്പുണ്ട്. അത് ട്രൂ ആണ്. പക്ഷേ നിങ്ങൾ തന്നെ പറയുന്ന മാനേജേഴ്സ്, ഇപ്പോൾ നാഗൽസ്മാൻ ആയിക്കോട്ടെ, എല്ലാവരും വേൾഡ് കപ്പ് കഴിഞ്ഞേ ഫ്രീ ആവുള്ളൂ. ആൻസലോട്ടി, നാഗൽസ്മാൻ, ആരുടെയൊക്കെ പേരുകളുണ്ടോ, ആരായാലും, നിങ്ങളുടെ ട്യൂഷലായാലും ആരാണെങ്കിലും വേൾഡ് കപ്പ് കഴിഞ്ഞ് അവൈലബിൾ ആവുള്ളൂ. അപ്പം മാനേജറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ പ്ലെയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കത് ഓക്കെ ആവേണ്ടതാണ്. സോ ഇതൊക്കെയാണ് ഒരു ചേർച്ചയില്ലായ്മ നമ്മുടെ ഫാൻ ബേസിലും അല്ലാതെ ഫുട്ബോൾ ഫാൻ ബേസിലും ഓടുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതാണ്. പിന്നെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് ചേർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ടൊണാലി, ബ്രൂണോജി എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൺമുമ്പിലുള്ള കുറേ ടാർഗറ്റ്സാണ്. ഇപ്പം ഫുട്ബോൾ വേൾഡ് എന്ന് പറയുന്നത് ഭയങ്കര ഡേറ്റ ഡ്രിവൺ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളുടെ അടുത്ത് ഒരു 6-7 മാസം മുന്നേ സെന്നെ ലാമൻസിനെ അറിയോ, സെന്നെ ലാമൻസിൻ്റെ കളി കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ലായിരുന്നു. എനിക്ക് തീരെ അറിയില്ലായിരുന്നു സെന്നെ ലാമൻസിനെ. നമ്മളുമായിട്ട് ലിങ്ക് ആയതിനു ശേഷമാണ് ഞാൻ പോയി നോക്കിയത്. പക്ഷേ സെന്നെ ലാമൻസ് ടേൺഡ് ഔട്ട് ടു എ ഗുഡ് സൈനിങ്. അത് ക്രെഡിറ്റ്സ് സ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഇതേപടി ഡേറ്റ ഡ്രിവൺ ആയിട്ട് അവർ വേറെ ആരെയൊക്കെ നോക്കുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടാവും ഒബ്വിയസ്ലി, ചീപ്പർ പ്രൈസ് പോയിന്റിൽ. പിന്നെ നമുക്ക് ഇത്തവണ നെക്സ്റ്റ് ടൈം നല്ല ബെഞ്ച് വേണം. കാര്യക്കിനെ എല്ലാവരും സെയിം പ്ലേയിങ് ലെവലിലൊക്കെ ഇട്ട് കളിപ്പിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ പോലും നിങ്ങൾ മാക്സിമം പോയി കഴിഞ്ഞാൽ ഷെഷ്കോനെ സ്റ്റാർട്ട് ചെയ്യും, എംബോമോനോ അമാദിനെ ആരെങ്കിലും ബെഞ്ച് ചെയ്യും. ഇത്രയല്ലേ ശരിക്കും പറഞ്ഞ ഒരു ചേഞ്ച് വരത്തുള്ളൂ. അല്ലാത്ത പക്ഷം വി ആർ പ്ലേയിങ് വിത്ത് ദ ബെസ്റ്റ് ഇൻ ദോസ് പൊസിഷൻസ്. ഇപ്പം മസുറാവിനെ ഡാലോട്ടിന് വരെ ഇടണം എന്നൊക്കെ പറഞ്ഞാലും അതൊന്നും വലിയൊരു അപ്ഗ്രേഡായിട്ട് എനിക്ക് തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഡാലോട്ടിനെ ഒന്നും, ഞാൻ എപ്പോഴും പറയുന്നത്, ഡാലോട്ടിനെ ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡാലോട്ടിനൊക്കെ ഒരു സ്ക്വാഡ് പ്ലെയർ ആയിട്ട് വെച്ചാൽ മതി. കാര്യം അവൈലബിൾ ആണ്, ബാക്കി പറയുന്ന ആരും അവൈലബിൾ അല്ല. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് ബാക്കി പ്ലെയേഴ്സും എല്ലാം വെച്ചിട്ട് നമുക്കൊരു ബെഞ്ചൊക്കെ നോക്കണം. അങ്ങനെ അപ്പോൾ ഞാൻ മെയിൻലി പറഞ്ഞ ഉദ്ദേശിച്ചത് വെച്ചാൽ ഡേറ്റ ഡ്രിവൺ ആയിട്ടാണ് ഒരാൾക്കാരെ മേടിക്കുന്നത്. അപ്പം നമ്മുടെ കണ്ണിൽ കാണാത്തവരൊക്കെ ഇവരുടെ ലിസ്റ്റിൽ വരാം. ചിലപ്പം നമ്മുടെ പ്രൈം ടാർഗറ്റ്സിനെ എടുത്തുകൊണ്ട് പോകുമ്പം ഇങ്ങനത്തെ ലിസ്റ്റും വരാം. സോ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഒരു 2 months എങ്കിലും അപ്പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോഴേ എൻഗേജ് ചെയ്ത് ടൈം കളയുന്നത്. സോ അത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി വന്നതെന്നുള്ളൂ. പിന്നെ ചാനലൊന്ന് പൊടി തട്ടിയെടുക്കാനും, ഞാൻ വേൾഡ് കപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിപ്പുണ്ട്. അത് നടന്നില്ല. പക്ഷേ ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആവുമെന്ന് തോന്നുന്നതുകൊണ്ടാണ് ചെയ്യാത്തത്. പക്ഷേ മേ ബി ഐ വിൽ പുട്ട് എ വീഡിയോ ഓൺ ദാറ്റ്. ബാക്കി നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതുമല്ലോ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ബൈ.